നമസ്കാരം. കഷ്ടപ്പാടത്ത് എൻ്റെ മകളാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല. അത് ഇങ്ങനെ മതത്തിന് അടിച്ചു പിടിച്ച് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. എനിക്കിപ്പോൾ എന്ത് ചെയ്യും? അപ്പോഴാണ് രാഹുൽ ഈശ്വർ എന്നെ വിളിക്കുന്നത്, അശോകൻ ചേട്ടാ ഞാനങ്ങോട്ട് വരട്ടെ, ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുക്കാം, നമുക്ക് കൊച്ചിനെ നേരെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുമല്ല എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ പല ആൾക്കാരും ചോദിച്ചോ, പറഞ്ഞു ശരി കുഴപ്പമില്ല, രാഹുൽ ഈശ്വർ നമ്മൾക്ക് വേണ്ടിയിട്ട് ചാനലുകളിലൊക്കെ ഘോരാഘോരം പ്രസംഗം വാക്കുകൊണ്ടുള്ള ഫൈറ്റിംഗ് നടത്തുന്ന ആളല്ലേ. ഞാൻ ശരി വാന്ന് പറഞ്ഞു, സാറ് വാന്ന് പറഞ്ഞു. ആദ്യം ഒരു പ്രാവശ്യം വന്ന്, ഞാൻ ഡേറ്റ് ഇത്ര കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, വന്ന് പുള്ളി ഒരു അരമണിക്കൂറോളം 1.25 മണിക്കൂറോളം സംസാരിച്ചിട്ട് പുള്ളി പോയി, അച്ഛൻ ചേട്ടാ ഇനി ഞാൻ വരാം, അത് കുറച്ച് സമയം പിടിക്കും അവൻ പോയി. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും പിന്നൊരു ദിവസം വന്നു, ഒരു മാസമായി കഴിഞ്ഞാൽ മറ്റേ അത് കഴിഞ്ഞ് വന്നിട്ടും പറഞ്ഞ്, അശോകൻ ചേട്ടാ അവൻ ഇത്ര മണിക്കൂർ കണക്ക് കൂട്ടി ഇത്ര മണിക്കൂർ കുറയാതെ അവള് സത്യസരണിയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അത് വലിയ പാടാ, ഇരിക്കട്ടെ ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞ് അവൻ പോയി. വിധി വന്ന് ഒരു 16-ാം തീയതി വിധി വന്നു. 17-ാം തീയതി രാഹുൽ ഈശ്വർ പാഞ്ഞു പിടിച്ച് രാവിലെ 10 മണിയായപ്പോ എനിക്ക് പാഞ്ഞെത്തി. അച്ഛനേട്ടാ ഞാൻ അങ്ങോട്ട് വരിക, അർജന്റായിട്ട് നമുക്ക് അവളോട് സംസാരിക്കാം, അതാ ഇതാണെന്നൊക്കെ പറഞ്ഞ് വന്ന് ഇയാള് ഏതാണ്ട് സംസാരിക്കേ. അപ്പൊ ഞാൻ സംസാരിക്കാൻ നേരം നിൽക്കാറില്ല, എനിക്ക് എന്തൊരു കോൾ വന്ന് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഇയാൾ എന്തൊക്കെ എടുത്ത് എന്നൊക്കെ എടുത്തെന്ന് എനിക്കറിയില്ല. പോലീസുകാരെ ഇതിങ്ങൊക്കെ എല്ലാവർക്കും പ്രശ്നം. ഇത് ഞാൻ ആരോട് എന്തു പറയും? ഇവൻ അവിടെ ചെന്ന് ഒരു ഉച്ചയോടുകൂടി TV-യിൽ സംഗതി വരാൻ തുടങ്ങി, ഇവനെ അടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് എന്നെ പലയിടത്തും വിളിക്കുക, അശോകാദി എന്നെ കാണിച്ചെന്ന് വെച്ച് രാഹുൽ ഈശ്വരനെ കയറ്റിയതെന്ന്. അപ്പൊ എല്ലാവരും പറയും രാഹുൽ ഈശ്വരനെ കയറ്റിയെന്താന്ന്, പിന്നെ എല്ലാവരും ചോദ്യങ്ങളുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. എന്നാലും അറിവുള്ളവർ സാരമില്ല, സംഭവിച്ച് നമുക്ക് അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാം, സാരമില്ലെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇരുന്ന് ഇവൻ ഓരോ ഭാഗങ്ങൾ ഈ കൊച്ചിനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഇവൻ അവരുടെ ചാരനായിട്ട് വന്നു എന്ന് എനിക്ക് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. കൊച്ചിനെ കൊണ്ട് ഓരോന്നെ പറയിപ്പിച്ച് അതെല്ലാം റെക്കോർഡാക്കി വെച്ചിരിക്കുകയാണ് ഇവനിപ്പോ ഈ കഴിഞ്ഞ ദിവസം അത് 2-3 മാസമായ സാധനം എടുത്ത് ഇവർ ഈ കഴിഞ്ഞ ദിവസമാണ് ഓരോന്നെ ഇറക്കി വരുന്നത്. ഇവൻ ഇത്രയും ഇവൻ അത്ര ആണായിരുന്നു, ഇവൻ അന്നേരം തന്നെ ഇറക്കി വിടുന്നത്. ഇവർ ഓരോന്ന് പയ്യെ ഇറക്കി വരുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അപ്പൊ ഇവൻ പൈസയ്ക്ക് വേണ്ടി പേശിയായിരുന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരുമായിട്ട്. ഇവനെപ്പോലെ ഇത്ര ഞാൻ അതിനെ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഭാഷയിൽ വേണം അവനോട് പറയാൻ. അത് ഞാൻ ഇതിന്റെ മുന്നിൽ പറയുന്നത് മോശമാണ്. വല്ലവന്റെ ഗർഭത്തിന് ജാമ്യമില്ലാതെ 14 ദിവസത്തോളം ജയിലിൽ കിടക്കുന്ന ഒരു മുതലുണ്ടല്ലോ, രാഹുൽ ഈശ്വർ എന്ന അയാൾ ഒരിക്കൽ തന്നെയും തൻ്റെ കുടുംബത്തെയും ചതിച്ച കഥയാണ് അശോകൻ എന്ന ഈ ഹതഭാഗ്യവാനായ ഈ മനുഷ്യൻ പറഞ്ഞത്. അയാളുടെ മകളെ നിങ്ങൾ അറിയും, ഹാദിയ എന്ന പേരിൽ അറിയപ്പെടുന്ന അഖില അശോകൻ. ആ അഖിലയുടെ പിതാവാണ്. തന്നെയും തൻ്റെ കുടുംബത്തെയും സഹായിക്കാനാണ് എന്ന് പറഞ്ഞ് തൻ്റെ കുടുംബത്ത് കയറി വന്ന ആൾ ഒടുവിൽ ജിഹാദികളുടെ ചാരനായിരുന്നു എന്ന സത്യം അയാൾ തിരിച്ചറിഞ്ഞപ്പോഴേക്കും അയാൾക്ക് അയാളുടെ മകളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഇന്ന് നമുക്കറിയാം ഹാദിയ എങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നതെന്ന്. ആദ്യം വിവാഹം കഴിച്ചിരുന്നവൻ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഉപേക്ഷിച്ചു പോയി, ഇപ്പോൾ വേറെ ആരോ വിവാഹം കഴിച്ചു എന്ന് പറയുന്നു. ഈ അശോകൻ എന്ന വ്യക്തിയുടെ ഒപ്പം തന്നെ ഈ മകളെ ഓർത്ത് കണ്ണീര് കുടിച്ച് കണ്ണീർ തോരാതെ കഴിഞ്ഞ ദിവസം അന്തരിച്ചു പോയ ഒരമ്മ കൂടിയുണ്ട്. പൊന്നമ്മ എന്നാണ് അവരുടെ പേര്. ഇസ്ലാമിൻ്റെ വിശ്വാസമനുസരിച്ച് മാതാവിൻ്റെ കാലടിയിലാണ് സ്വർഗം എന്നൊക്കെ ആണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ ആ അമ്മയുടെ മകൾ കഴിഞ്ഞ ദിവസം ആ മൃതദേഹം കാണാൻ പോലും വന്നില്ല. അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും വന്നില്ലത്രേ. പക്ഷേ കാലം ഇതൊന്നും മറക്കൂലല്ലോ. ഇതിനൊക്കെ കാരണക്കാരിൽ പലരിൽ ഒരാളായ രാഹുൽ ഈശ്വർ എന്ന ആ നരാധമൻ ഇപ്പോൾ ഇതാ ആരാൻ്റെ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റുകൊണ്ട് 14 ദിവസം റിമാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അയാൾ സ്വയം തന്നെ തിരഞ്ഞെടുത്ത നിരാഹാരം കിടക്കുന്ന അത്രേ. അയാൾ നിരാഹാരം കിടക്കുകയോ കിടക്കാതിരിക്കുകയോ ചെയ്യട്ടെ. ഇതാ നോക്കൂ, പൊന്നമ്മ എന്ന അഖില ഹാദിയയുടെ മാതാവ് കരഞ്ഞ് ഒടുവിൽ ഈ ലോകത്തു നിന്ന് വിടവാങ്ങിയ ആ സമയത്ത് തന്നെ അതിനൊക്കെ കാരണക്കാരിൽ ഒരാളായ രാഹുൽ ഈശ്വർ ജയിലിൽ കിടക്കുന്നു എന്നതാണ് കാലത്തിൻ്റെ കാവ്യനീതി.